الحمد لله. الحمد لله الذي الأحد الجبار والصمد الغفار. أشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار، وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, നല്ലവരായ സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, സർവലോക നിയന്താവും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പരിപൂർണമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഈ പരിഭാവനമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു അത്തരത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഫുകൾ കൃത്യമായി ഒന്ന് പൂർത്തീകരിച്ചിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു മര്യാദയാണ്. എല്ലാവരും ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു വിശ്വാസികൾക്ക് അനുഗ്രഹമായി നൽകിയ റമളാൻ എന്ന പുണ്യമാസം, അതിൻ്റെ ഏറെ നിർണായകമായ
ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന തരത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ അൽ അശ്റുൽ അവാഖിർ, അവസാന 10 ദിനങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് റമദാൻ അതിൻ്റെ മടക്ക യാത്ര പറയാൻ നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു സമയം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നുവോ അങ്ങനെയാവുക എന്നത് വലിയ ഒരു ബാധ്യതയായി ഏറ്റെടുക്കേണ്ടവരാണ്. സാധാരണ റമളാനിന്റെ എണ്ണം കുറയുന്നു, റമളാൻ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ആളുകളുടെയൊക്കെ താല്പര്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് കുറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ജമാഅത്തിന്റെ സൊഫിന്റെ എണ്ണം കുറയുമ്പോൾ റമളാൻ അത് തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പൊതുവെയുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10 ദിനങ്ങളിൽ എങ്ങനെയായിരുന്നു അതുപോലെ ആയി തീരേണ്ടവരാണ് നമ്മൾ. സാധാരണയായി അവസാന 10 ഷോപ്പിങ്ങിനുള്ള 10 എന്നാണ് പറയപ്പെടാറുള്ളത്. അങ്ങനെയാണ് പൊതുവെ ആളുകൾ അവസാന 10 ദിനങ്ങളെ സമീപിക്കുകയും ചെയ്യാറുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, അതായിരുന്നുവോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന 10 ദിനങ്ങൾ റമളാനിലുള്ളത്? ഒരിക്കലുമായിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലെ അവസാന ദിനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ, അവസാന 10 ദിനങ്ങൾ അവിടുന്ന് കഠിനാധ്വാനം ചെയ്തിരുന്നു എന്നാണ്. മാല യജ്തഹിദു ഫി ഗൈരിഹി, മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ, റമളാനിന്റെ ആദ്യ സമയങ്ങളിൽ ചെയ്യാത്ത വിധത്തിൽ എന്നല്ല, മറ്റൊരു കാലത്തും അവിടുന്ന് കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നില്ല. റമളാനിന്റെ അവസാന 10 ദിനങ്ങളിൽ അവിടുന്ന് കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു, അവസാന 10ലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശദ്ദ മിഅ്സറഹു, അവിടുന്ന് അവിടുത്തെ ഉടുമുണ്ട് മുറുക്കിയെടുക്കും. വഅഹ്യാ ലൈലഹു, രാത്രിയെ ആരാധന കൊണ്ട് ജീവിപ്പിക്കും, രാത്രിയെ ആരാധന കൊണ്ട് ജീവിപ്പിക്കും. വഅയ്ഖബ അഹ്ലഹു, തന്റെ വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ചെയ്യുക പതിവായിരുന്നു. എല്ലാ റമളാനിലും അവസാന 10 വന്നു കഴിഞ്ഞാൽ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഏതൊരു അമലും സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളായി പഠിപ്പിക്കപ്പെട്ട രണ്ടു കാര്യങ്ങൾ, ഒന്ന് ഇഖ്ലാസ്, മറ്റൊന്ന് ഇത്തിബാഉ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം എന്താണോ ഒരു വിഷയത്തിൽ, ആ മാർഗം ഫോളോ ചെയ്ത് ജീവിക്കേണ്ടവരാണ് വിശ്വാസികള്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാന 10 ഇന്നത്തെ രാവ് മുതൽ 21-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ, ഈ ഒരു സമയം മുതൽ ശവ്വാലിന്റെ പൊന്നമ്പിളി കാണുന്നതുവരെ ജീവിതത്തിൽ ഇന്നേ വരെ നിർവഹിക്കാത്ത അത്രമാത്രം ഇബാദത്തുകൾ കൊണ്ട്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ 10 ദിവസങ്ങളെ മറക്കാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയിൽ നിന്ന് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജ്ർനാ മിൻ ഖിസ്യി ദുനിയ വഅദാബിൽ ആഖിറ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് നടത്തിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, സകല കാര്യത്തിലും ഞങ്ങളുടെ പര്യവസാനം അത് നീ നന്നാക്കേണമേ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, സർവ കാര്യത്തിലും അതിന്റെ ആഖിബത്ത്, അതിന്റെ പര്യവസാനം അത് നന്നാക്കി തീർക്കണമേ. വഅജ്ർനാ മിൻ ഖിസ്യി ദുനിയ വഅദാബിൽ ആഖിറ, ദുനിയാവിന്റെ അപമാനത്തിൽ നിന്ന്, ആഖിറത്തിലെ അദാബിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ നൽകുകയും ചെയ്യണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് നടത്തിയിരുന്ന പ്രാർത്ഥനയാണ്. മാത്രമല്ല, കർമ്മങ്ങൾ അതിന്റെ അവസാനം കൊണ്ടാണ് പരിഗണിക്കപ്പെടുക എന്നും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. വഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, കർമ്മങ്ങള് അതിന്റെ അവസാനം, ആ അവസാനം എങ്ങനെ എന്നത് പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്ന് നമുക്ക് അർഹമായ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത് എന്നർത്ഥം. അതുകൊണ്ട് റമളാനിലെ ആദ്യ ദിനങ്ങള് നന്മകളിൽ സജീവമാവുകയും അവസാന സമയങ്ങള് അങ്ങാടികളിലും മറ്റുമായി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. വിലമതിക്കാനാവാത്ത ഈ നിമിഷങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തിയതുപോലെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഇബാദത്തുകളിൽ ആ റസൂലുള്ളാഹിയെ പിന്തുടരുന്നവരായി തീരുന്നത്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ശ്രേഷ്ഠമായ പകലുകളുടെയും രാത്രികളുടെയും കാര്യത്തിൽ അശ്രദ്ധയിലാകാവതല്ല. ശ്രേഷ്ഠമായ പകലുകളുടെയും രാത്രിയുടെയും കാര്യത്തിൽ അശ്രദ്ധരായി തീരാൻ പാടില്ല. ശേഷം അദ്ദേഹം പറയാണ്, കാരണം ഒരു കച്ചവടക്കാരൻ ലാഭം കൊയ്യാവുന്ന സീസണുകളിൽ അശ്രദ്ധയിലായാൽ പിന്നെ എപ്പോഴാണ് അവൻ ലാഭം കൊയ്യുക എന്ന് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഈ അവസാന 10 നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും നല്ല ദിവസങ്ങളാണ്.
പണ്ഡിതന്മാര് കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട് 3 പത്തുകളെ കുറിച്ച്. ഒന്ന് മുഹറമിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങൾ, അതുപോലെ തന്നെ റമദാൻ മാസത്തിന്റെ അവസാന 10 ദിവസങ്ങൾ. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, ഈ 10കളിൽ ഏതാണ് ഏറെ ശ്രേഷ്ഠകരമായത്? ഏറെ ശ്രേഷ്ഠകരമായ 10 ദിവസങ്ങൾ ഏതാണ്? അദ്ദേഹം പറയുന്നത്, പകലുകളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠകരമായത് ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. കാരണം അതിലാണ് യൗമു അറഫയുള്ളത്. എന്നാൽ രാത്രികളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠകരമായത് റമളാനിലെ അവസാന 10 രാത്രികളാണ്. കാരണം അതിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകാൻ നിശ്ചയിച്ച ഒരു പ്രത്യേകമായ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. നമ്മിലേക്ക് ആ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന രാവുകളാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത്. അല്ലാഹു ആയുസ്സും ആരോഗ്യവും നൽകുമാറാവട്ടെ. എന്താണ് പ്രിയപ്പെട്ടവരെ ആ രാവിന്റെ പ്രത്യേകത? ആ രാവിനെ കുറിച്ച് പഠിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്, അല്ലേ? സൂറത്തുൽ ഖദ്ർ. എന്നിട്ട് ആ രാവിന്റെ മഹത്വമാണ് ആ സൂറത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ മഹത്വരമാണ് ആ രാവ് എന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. 1000 മാസങ്ങൾക്ക് സമാനമായ മഹത്വമുണ്ട് ആ രാവിന്. ആ രാത്രിയിൽ നിർവഹിക്കുന്ന ഒരു കർമ്മത്തിന് മറ്റു രാത്രികളിൽ ചെയ്യുന്ന കർമ്മത്തേക്കാൾ 1000 മാസങ്ങൾക്ക് തുല്യമായ പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നർത്ഥം. മഹാനായ ഇമാം സഅദി റഹിമഹുള്ള ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കൃത്യമായി ആ രാവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങൾക്ക് സമാനമായ മഹത്വമുണ്ട് അതിന്. ആ രാത്രിയിൽ സംഭവിക്കുന്ന ഒരു കർമ്മത്തിന് മറ്റു രാത്രികളിൽ ചെയ്യുന്ന കർമ്മത്തേക്കാൾ 1000 മാസങ്ങൾക്ക് തുല്യമായ പ്രതിഫലമുണ്ട്. ബുദ്ധിയും ചിന്തയും പരിഭ്രമിച്ചു പോകുന്ന ഒരു വസ്തുതയാണിത്. ആലോചിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, അന്താളിപ്പോട് കൂടിയല്ലാതെ നോക്കിക്കാണാൻ പറ്റാത്ത ഒരു വിഷയമാണിത്. ഒരു ദിവസത്തിന്റെ ഒരു രാവിൽ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് 1000 മാസങ്ങൾ എന്ന് പറയുമ്പോ 83 വർഷവും ഏതാനും ചില്ലറ മാസങ്ങളും. ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മുഴുവൻ, നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 60-നും 70-നും ഇടയിലാണ്. അതിലപ്പുറം വിട്ടുകിടക്കുന്നത് വളരെ കുറവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മുഴുവൻ അവൻ നന്മകളിലായി ജീവിച്ചാൽ അവന് കിട്ടാവുന്ന പ്രതിഫലം എന്താണോ ഒരൊറ്റ രാവ് കൊണ്ട് ആ പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ പോകുന്നത് എന്നതാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാമയും അതുപോലെ തന്നെ മലായികത്തും ഭൂമിയിൽ എത്രമാത്രം മണൽ തരികളുണ്ടോ ആ മണൽ തരികളുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ആ രാവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രതീക്ഷിക്കാൻ ആവശ്യപ്പെട്ടത് ഈ റമദാനിന്റെ
അവസാന 10 ദിനങ്ങളിലാണ്. അല്ലേ? ആ രാവ് എന്നാണ് എന്നത് കൃത്യമായി റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തതായിരുന്നു. ആ അറിയിപ്പ് വിശ്വാസികൾക്ക് പകർന്നു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കിടയിലേക്ക് വരുന്ന സമയത്താണ് രണ്ടാളുകൾ തമ്മിൽ വഴക്കടിക്കുന്ന കാഴ്ച കാണുന്നത്. അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായപ്പോഴേക്ക് അതങ്ങ് ഉയർത്തപ്പെട്ടു. ആ ദിവസത്തെ കുറിച്ചുള്ള അറിവ് അതങ്ങ് ഉയർത്തപ്പെട്ടു. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളിലൂടെ അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു, ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിർ. ആ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ അവസാന 10 നിങ്ങൾ അന്വേഷിക്കുക, അവസാന 10 നിങ്ങൾ അന്വേഷിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടുന്ന് പ്രിയപ്പെട്ടവരെ ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാന 10 ദിവസങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റൂഹ് പിടിക്കുന്നതുവരെ അവസാന 10 ദിനങ്ങള് ഇഅ്തികാഫിലായി അവിടുന്ന് പള്ളിയിൽ കഴിച്ചുകൂട്ടിയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന്റെ അവസാന 10 ദിനങ്ങൾ അവിടുന്ന് ഇഅ്തികാഫിലായി പള്ളിയിൽ കഴിച്ചുകൂട്ടിയിരുന്നു. അവിടുന്ന് ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ടുമുമ്പുള്ള റമളാൻ മാസത്തിൽ അവിടുന്ന് 20 ദിവസമാണ് ഇഅ്തികാഫിരുന്നത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനുള്ള ആരാധനകളിൽ സമയം ചെലവഴിക്കുക എന്നതാണ്. ദിക്റുകളിൽ മുഴുകി, ദുആകളിൽ മുഴുകി, ഖുർആൻ പാരായണത്തിൽ മുഴുകി, നമസ്കാരത്തിൽ മുഴുകി. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വീടും പള്ളിയും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അവിടുന്ന് വീട്ടിലേക്ക് പോവാതെ, തന്റെ ഭാര്യയുമായി കൊണ്ട് സല്ലപിക്കാതെ, എല്ലാ അർത്ഥത്തിലും മാറി നിന്നുകൊണ്ട് അവിടുന്ന് ആരാധനയിൽ മാത്രം മുഴുകി ഈ അവസാന 10 ദിനങ്ങള് പള്ളിയിൽ കഴിച്ചുകൂട്ടിയിരുന്നു എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കില് പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാ റമളാനിന്റെയും അവസാന 10 ദിനങ്ങളിൽ നാം കേൾക്കാറുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് കൃത്യമായി കർമ്മപദത്തിലേക്ക് കൊണ്ടുവരാൻ എത്രമാത്രം നമുക്ക് സാധിക്കുന്നു എന്നതാണ് ഗൗരവത്തോടുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇഅ്തികാഫിരുന്നു. മാത്രമല്ല അവിടുത്തെ ഭാര്യമാരും പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇഅ്തികാഫിരുന്നു എന്ന് കൃത്യമായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ثم يعتكف ازواجه من بعده. റസൂലുള്ളാഹിയുടെ വഫാത്തിനു ശേഷവും അവിടുത്തെ ഭാര്യമാർ ഇഅ്തികാഫിരിക്കേണ്ടത് വീട്ടിനകത്തല്ല, പള്ളിയിലായിരിക്കണമെന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. പള്ളികളിൽ അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നു എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന 2026 നമ്പർ ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ റമളാനിന്റെ അവസാന 10 ദിനങ്ങളെ ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിശ്വാസികളായ ഞാനും നിങ്ങളും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ ഇരുത്തമെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സർവ്വ ഖൈറുകളും നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ. എന്താണ് അവിടുന്ന് പറഞ്ഞു? റമളാൻ മാസത്തെ സംബന്ധിച്ച് വിശദീകരിക്കവേ അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു, വഫീഹി ലൈലത്തുൻ, ഈ റമളാനിൽ ഒരു രാവുണ്ട്,
ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ മഹത്തരമായ ഒരു രാവാണ്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹ്. ലൈലത്തുൽ ഖദ്റിന്റെ ഖൈർ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ മുഴുവൻ ഖൈറും തടയപ്പെട്ടവനായിരിക്കുന്നു അവൻ. മാത്രമല്ല വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂമുൻ, ആ രാത്രിയുടെ ഖൈർ ജീവിതമാർഗം തടയപ്പെട്ടവനല്ലാതെ തടയപ്പെടുകയില്ല എന്ന്. അഥവാ പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ലോകത്ത് നമ്മൾ ഈ രാവിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ടും ഈ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ കഴിച്ചുകൂട്ടാതെ ഭൗതികതയ്ക്ക് പിന്നാലെ പോകുന്നുവെങ്കിൽ ഒരിക്കലും ബറക്കത്ത് ലഭിക്കുകയില്ല. റബ്ബ് നമ്മുടെ ജീവിതമാർഗം തടയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള റമദാനിന്റെ അവസാന 10 ദിനങ്ങൾ എന്റെ ജീവിതത്തിന്റെ അവസാനത്തേതായിരിക്കുമെന്ന ബോധത്തോടുകൂടി ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അവസാന 10 ദിനങ്ങളെ സജീവമായി അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഇബാദത്തുകളിൽ മുഴുകി പ്രിയപ്പെട്ടവരെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചതും നശ്വരമായ ഇഹലോക ജീവിതം ധന്യമാക്കി തീർക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഓരോ സന്ദർഭങ്ങളിൽ അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് അതിൽ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് ചില മഹത്വങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവസാന 10 നിർവഹിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയായി അവിടുന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നുണ്ട്, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി മാ അദ്ഉ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഞാൻ എന്താണ് പറയേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫുവുൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, എന്നോട് നീ മാപ്പാക്കേണമേ. ഇത് അധികരിപ്പിക്കണം. കാരണം റമളാൻ ഇങ്ങനെ തീരുകയാണ്. ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് റമളാൻ അവനിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ, അവൻ നശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിൽ നിർവഹിക്കുന്ന രാത്രി നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പരാമർശിച്ചു. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വയഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരും. ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്നാണ് പറയുന്നത്. അപ്പൊ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അവസാന 10 ദിനങ്ങളെ പ്രിയപ്പെട്ടവരെ ഇബാദത്തുകളിൽ മുഴുകി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഭവനത്തിൽ സൂര്യാസ്തമയത്തോടുകൂടി
സൂര്യോദയം വരെയാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത്. നമുക്ക് കഴിയുന്ന വിധത്തിൽ ആ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എത്ര സമയം ഇരിക്കാൻ കഴിയുമോ അത്രയും പ്രിയപ്പെട്ടവരെ ഇബാദത്തുകളിൽ മുഴുകി ഇരിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണത്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ, എന്നിലേക്ക് ഒരു അടിമ ഒരു ചാണ് അടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅ, ഒരു മുഴം ഞാൻ അവനോട് അടുക്കും. വഇദാ തഖറബ മിന്നി ദിറാഅൻ, ഒരു മുഴം എന്നിലേക്ക് ആരെങ്കിലും അടുത്താൽ തഖറബ്തു മിൻഹു ബാഅൻ, അവനോട് ഒരു മാറ് ഞാൻ അടുക്കും. വഇദാ അതാനി മശ്യൻ അതൈതുഹു ഹർവലതൻ, എന്നിലേക്ക് ആരെങ്കിലും നടന്നു വന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് റബ്ബിന്റെ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ കിട്ടുന്ന ഒരു നല്ല അവസരമാണ് ജീവിതത്തിലെ ഈ അവസാന 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണത്തിന്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, സഹോദര സഹോദരിമാര്, പണ്ഡിതന്മാര്, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് നൽകിയവരും അല്ലാത്തവരുമായ ഒരുപാട് മാതാപിതാക്കള്, സഹോദര സഹോദരിമാര്, അല്ലാഹുവേ, അവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും നിങ്ങളെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ ഇബാദത്തുകളും സ്വീകരിക്കണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പോരായ്മകളും പുറത്തു മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.